ഹലോ മൈ ഡിയർ ക്ലാസ് 7 ഫാമിലി മക്കളെ, നിങ്ങൾ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ സാറ് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഭക്ഷ്യ ഉൽപ്പാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള USSന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇവിടെ 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഈ 5 എണ്ണം നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിന് തന്നെ സാർ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. USS എക്സാം ഒക്കെ നല്ല കിഡിലുമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. അപ്പം അതുകൂടാതെ തന്നെ ഹരി സാർ നിങ്ങളോട് ചെറിയ കാര്യം പറയുകയാണ്. അതായത് നമുക്ക് ക്ലാസ് 7 നമ്മുടെ ഒരു ബാച്ച് ഉണ്ട്, സൃഷ്ടി ബാച്ച് എന്നാണ് പേര്. നിങ്ങൾ ബാച്ചിൽ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു ക്രാഷ് ബാച്ച് ഓഫർ ചെയ്യുന്നുണ്ട്. ബാച്ചിലെ സ്റ്റുഡൻസിന് മാത്രമല്ല എല്ലാവർക്കും ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക്, അതായത് 50% ഓഫിൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 799 rupees ആണ്. നിങ്ങൾ ബാച്ചിലെ മക്കളാണെങ്കിൽ ഒരു 50% പകുതി പൈസ കൊടുത്താൽ മതി നിങ്ങൾ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ സാർ ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത? നിങ്ങൾക്ക് ഈ പറഞ്ഞ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിനും എല്ലാ സബ്ജക്റ്റിൻ്റെയും ബയോളജി, പറഞ്ഞിട്ടുള്ള ബേസിക് സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. പരീക്ഷ ടൈം ആകുമ്പോഴത്തേക്ക് റിവിഷൻ ക്ലാസ് കിട്ടും. സാർ അത് പരീക്ഷ ടൈം കുറേ കഴിഞ്ഞിട്ടാണല്ലോ? അല്ല, നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് December 26, അതായത് ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ ക്രാഷ് ബാച്ചിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ പൈസ 799 rupees ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സാർ എപ്പോഴും പറയും നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. 1499, അതായത് ഈ പറഞ്ഞിട്ടുള്ള 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾക്ക് പകുതി പൈസയ്ക്ക് ക്രാഷ് ബാച്ചിലേക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ച് സാർ ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റും, എനിക്ക് ക്രാഷ് ബാച്ച് മാത്രം മതി, എനിക്ക് നമ്മളെ ഇനിയിപ്പോൾ ക്ലാസ് 7 ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എന്താ ഇപ്പോൾ ചെയ്യാം, അങ്ങനെ ആരെങ്കിലും ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ക്ലാസ് 8 നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതായത് ഒരൊറ്റ പൈസ 799 നിങ്ങൾ കൊടുക്കണ്ട, 800 ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെ? നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് ക്ലാസ് 8 ബാച്ചിൽ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതല്ല, ഇനി ക്ലാസ് 8 ഞാൻ ജോയിൻ ചെയ്യുന്നില്ല, ക്ലാസ് 7 ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ആദ്യം മുതലുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ക്ലാസ് 7 ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ ക്രാഷ് ബാച്ചും കൂടെ അതിൻ്റെ കൂടെ 50% ഓഫിൽ അവൈൽ ചെയ്യുക. ഇനിയിപ്പോൾ ക്രാഷ് ബാച്ച് മാത്രം മതിയെങ്കിൽ 800 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്രാഷ് ബാച്ചും മേടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 7592092021 22 വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാർ നിങ്ങളെ ഗൈഡ് ചെയ്യും കേട്ടോ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കണം. അതിന് വേണ്ടിയിട്ട് എക്സാമിനറുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. റിവിഷൻ ക്ലാസ്സുകൾ നമുക്ക് കിഡിലുമായിട്ട് പഠിക്കാം, സെറ്റായി പഠിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാറോടെ ഇംഗ്ലീഷിലാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ മക്കൾക്ക് വേണ്ടി സാർ അത് മലയാളത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. കേട്ടോളൂ, ശരിക്കും കേട്ടോളൂ. ഓക്കെ, വിച്ച് അഗ്രികൾച്ചർ റെവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ലാർജ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗെയിൻസ്? അഥവാ ഈ പറഞ്ഞുള്ള ഭക്ഷ്യവസ്തുക്കളുടെ പ്രൊഡക്ഷൻ, ഉൽപാദനം വളരെയധികം കൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ കാലഘട്ടത്തിൽ എസ്പെഷ്യലി വീറ്റ് ആൻഡ് റൈസ് അഥവാ ഗോതമ്പിനുമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ, ഉൽപാദനം കൂടിയ ഒരു സമയം ഇന്ത്യയിലുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇന്ത്യ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതായത് ഭക്ഷ്യ ദൗർലഭ്യമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, ഫുഡ് സ്കേഴ്സിറ്റി. അത് മാറിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഗോതമ്പ് റൈസും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ഇന്ത്യയെ കൊണ്ട് സാധിച്ചു. അച്ചീവ്ഡ് ത്രൂ യൂസ് ഓഫ് ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ്, അതായത് HYA സീഡ്സ് എന്ന് പറയാം. അതായത് നല്ല വിള ലഭിക്കുന്ന സീഡ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് മോഡേൺ ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും തുടങ്ങി. ഈ മോഡേൺ ടെക്നിക്സും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ട്രാക്ടർ, ട്രില്ലർ പോലുള്ള പല കാര്യങ്ങളും, കെമിക്കൽ, പെസ്റ്റിസൈഡ്സ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത് ഏത് റെവല്യൂഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് വിപ്ലവമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഇവിടെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. യെല്ലോ റെവല്യൂഷൻ അഥവാ മഞ്ഞ വിപ്ലവം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, ബ്ലൂ റെവല്യൂഷൻ അഥവാ നീല വിപ്ലവം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, ഗ്രീൻ റെവല്യൂഷൻ അഥവാ പച്ച വിപ്ലവം എന്ന് പറഞ്ഞു, ഹരിത വിപ്ലവം എന്നാണ് പറയുക കേട്ടോ. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, വൈറ്റ് റെവല്യൂഷൻ അഥവാ ഈ പറഞ്ഞിട്ടുള്ള ധവള വിപ്ലവം അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ള വിപ്ലവം എന്നൊക്കെ പറയും. ധവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള എന്ന നിറം എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എല്ലാവരും ഒന്ന് പോസ്റ്റ് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ണടച്ചിട്ട് ഏതാ ആൻസർ പറയാം. ഏതാ? യെസ് മക്കളെ, ഏത് ഗ്രീൻ റെവല്യൂഷൻ അഥവാ നമ്മളിതിനെ വിളിക്കുന്ന പേരാണ് ഹരിത വിപ്ലവം എന്ന് മലയാളത്തിൽ വിളിക്കും കേട്ടോ. എന്താ നമ്മളിതിനെ വിളിക്കുക? ഹരിത വിപ്ലവം. ഈ ഹരിത വിപ്ലവത്തിൻ്റെ സമയത്താണ് അരിയും അതേപോലെ തന്നെ റൈസൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങിയത്. ഹൈ ഈൽഡ് വെറൈറ്റീസ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉണ്ടാവാൻ തുടങ്ങിയത്. മോഡേൺ ടെക്നിക്സ് അഥവാ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഒരു കാര്യം കാണാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ദാറ്റ് ഈസ്
ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താ സാർ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ യെല്ലോ എന്താണെന്ന് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ബ്ലൂ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ബ്ലൂ ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള നീല, അതായത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ സാർ പറഞ്ഞിരുന്നില്ല. വൈറ്റ് റെവല്യൂഷൻ എല്ലാവർക്കും അറിയുന്ന പോലെ അത് മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട്, അഥവാ ഈ പറഞ്ഞിട്ടുള്ള ഡയറി പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഡോക്ടർ വർഗീസ് കുര്യനെ പറ്റിയിട്ടൊക്കെ നമ്മളിവിടെ കാണും. ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? നമുക്കറിയാം, ഡോക്ടർ MS സ്വാമിനാഥൻ. ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പം നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ചുറ്റുവട്ടത്തിലെല്ലാം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ, ചുറ്റുവട്ടത്തിലെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയെന്നാണ് സാറിൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ യെല്ലോ റെവല്യൂഷനും ബ്ലൂ റെവല്യൂഷനും സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. സാർ ഒരു ക്ലൂ തരാം. ഈ പറഞ്ഞിട്ടുള്ള ബ്ലൂ റെവല്യൂഷൻ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്, യെല്ലോ റെവല്യൂഷൻ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി the cultivation of fruits, vegetables and ornamental plants is collectively known as, അതായത് ഫ്രൂട്ട്സ് അഥവാ പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, വെജിറ്റബിൾസ് അഥവാ പച്ചക്കറികളായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു കൃഷി രീതിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ അപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, സെറികൾച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും സാർ ഈ പറഞ്ഞിട്ടുള്ള പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 രീതി, അല്ലെങ്കിൽ ആ ഒരു കാർഷിക മേഖലയെ നമ്മൾ വിളിക്കുന്ന ആ രീതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കണ്ണടച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റണം മക്കളെ, ദാറ്റ് ഈസ് ഹോർട്ടിക്കൾച്ചറാണ്. എന്താണ്? ഹോർട്ടിക്കൾച്ചറാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ കിട്ടി. അപ്പോൾ എന്താണ് എപ്പിക്കൾച്ചർ എന്നും എന്താണ് ഫ്ലോറിക്കൾച്ചർ എന്നും എന്താണ് സെറികൾച്ചർ എന്നും നിങ്ങൾ കണ്ടുപിടിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പ്രാക്ടീസ് ഓഫ് റെയറിങ് അക്വാറ്റിക് അനിമൽസ്, അഥവാ ഈ പറഞ്ഞിട്ടുള്ള നദീജല അല്ലെങ്കിൽ ഈ പറഞ്ഞ സമുദ്രങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളായിട്ടുള്ള ഫിഷ്, പ്രോൺസ്, അതുപോലെ തന്നെ മസിൽസ് ആൻഡ് ടാങ്ക്സ്, പോൺസ് എല്ലാം എന്താണ്? ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിഷറീസ് എന്ന് വിളിക്കൂല, കൺഫ്യൂഷൻ ആവണ്ട, തെറ്റാക്കണ്ട. മെറികൾച്ചറും കൺഫ്യൂഷൻ ആവണ്ട, തെറ്റാക്കണ്ട. പിസിക്കൾച്ചർ അതുമല്ല, ഇത് ആക്ച്വലി അക്വാ കൾച്ചറാണ് കേട്ടോ. ഇത് ആക്ച്വലി അക്വാ കൾച്ചർ എന്ന് പറയും. ഓക്കെ, ആ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഈ സമയത്ത് അക്വാമാൻ എന്നൊക്കെ പഠിച്ചു വെക്കുക. അക്വാമാൻ്റെ പ്രത്യേകത എന്താ? അക്വാമാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷ് സിനിമയും. അക്വാമാൻ എന്ന് പറഞ്ഞ സിനിമയിൽ മീനിൻ്റെ കഴിവുള്ള, മീനിൻ്റെ പവറുള്ള ഒരാളുണ്ട്, അയാളെയാണ് അക്വാമാൻ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരണം, ഈ പറഞ്ഞ ഫിഷിനും പ്രോൺസിനൊക്കെ ബന്ധപ്പെട്ട ഏതാ? അക്വാ കൾച്ചർ. അപ്പോൾ ബാക്കിയുള്ള ഈ പറഞ്ഞ പിസികൾച്ചറും മെറികൾച്ചറും ഫിഷറീസും എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോക്കുക കേട്ടോ. Ready. അപ്പോൾ സ്വാഭാവികമായിട്ട് which of the following farming method focuses on producing food in a way that is environmentally non-destructive and aims for long-term ecological balance? അപ്പോൾ സാർ മലയാളത്തിൽ ഇത് പറഞ്ഞുതരാം. അതായത് ഒരു രീതിയുണ്ട്, ആ രീതി, അതായത് ഒരു കാർഷിക രീതിയുണ്ട്, ആ രീതി വെച്ചിട്ട് പ്രകൃതിയെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പരിസ്ഥിതിയെ യാതൊരു വിധത്തിലുള്ള മോശമാക്കാത്ത രീതിയിൽ, നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു കൃഷി രീതിയുണ്ട്. ആ കൃഷി രീതി ലോങ് ടേമിലായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഒരു ബാലൻസ്, ഒരു പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിത അവസ്ഥ നമുക്ക് സൃഷ്ടിക്കുക. ഈ പറഞ്ഞിട്ടുള്ള സംഭവത്തിന് എന്താണ്? ഭാവിയിലേക്ക് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, ലോങ് ടേമാണ്, അതായത് ഭാവിയിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കലും അത് ഇൻറ്റൻസീവ് ഫാമിംഗ് ആയിരിക്കരുത്, അതായത് തീവ്രമായിട്ടുള്ള ഒരു കൃഷി രീതി ആയിരിക്കരുത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആയിരിക്കരുത്, അതായത് മാറ്റി മാറ്റി കൃഷി ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുമല്ല മോണോ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം മാത്രം എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിക്കാണ് മോണോ കൾച്ചർ എന്ന് വിളിക്കുക. അപ്പോൾ അതുമല്ല, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സസ്റ്റൈനബിൾ അഥവാ സുസ്ഥിര കൃഷി രീതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് പറയുന്നത്? സുസ്ഥിര കൃഷി രീതി. ഓക്കെ, സുസ്ഥിര കൃഷി. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഭാവിയിലേക്ക്, ഇവിടെ ഒരു ടേം കാണുന്നുണ്ട്, ലോങ് ടേം അല്ലേ, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ ലാൻഡിനെ നശിപ്പിക്കാത്ത രീതിയിൽ വേണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, ഭാവിയിലേക്കും കൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൃഷി ചെയ്യേണ്ടത് എന്ന പരിപാടിക്കാണ് ഇവിടെ ഈ പറഞ്ഞ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കളെ മനസ്സിലാക്കി വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം? ഈ വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ഈ പറഞ്ഞിട്ടുള്ള കുറേ കൃമികീടങ്ങളും ജൈവാണുക്കളും ഒക്കെ ജീവാണുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡാണ് വെർമി കമ്പോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെർമി കമ്പോസ്റ്റിങ്ങിലൂടെ എ ബയോളജിക്കൽ പ്രോസസ് വേർ ഫംഗി ഡീകമ്പോസസ് ഫാം വേസ്റ്റ് ഇൻറ്റു മാന്യൂർ എന്ന് പറഞ്ഞു നോക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ സാധനം ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഓക്കെ, യെസ് പ്ലീസ്. ഓ റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക? ഇതൊന്നും അല്ല ആൻസർ പറയുന്നത് മക്കളെ. ദ പ്രോസസ് ഓഫ് കമ്പോസ്റ്റിംഗ് ഓർഗാനിക് വേസ്റ്റ് യൂസിങ്
എർത്ത് വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിരകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മണ്ണിരേനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജൈവ കൂമ്പാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ വളമായിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. അതിനെയാണ് ഈ പറഞ്ഞ വെർമി കമ്പോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ദ റൈറ്റ് ആൻസർ കേട്ടോ, ബാക്കിയൊന്നുമല്ല. ഇനി അവസാനത്തെ ഒരു സാധനം നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ട് ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്, അതായത് മിക്സ്ഡ് ആയിട്ടുള്ള ഫാമിംഗ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരേപോലെയുള്ള പല രീതികൾ, ഇപ്പോൾ വാഴ കൃഷി നടത്തുന്നിടത്ത് ചീര കൃഷി നടത്താൻ പറ്റും. അങ്ങനെ പല പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃഷികൾ കാണാൻ പറ്റും. അതിനാണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നമുക്കിപ്പോൾ പശുവിനെ കൃഷി ചെയ്യുന്നത്, പശു വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കാം, പശുവിൻ്റെ ചാണകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൃഷിയെ വളമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫാമിംഗ്, ലൈഫ് സ്റ്റോക്കും അതേപോലെ തന്നെ അഗ്രികൾച്ചറൊക്കെ ഉപയോഗിച്ചുള്ള പരിപാടിക്കാണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബൈ, നമുക്ക് ഇനിയും കാണാം. Thank you so much.